വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാമുൻ ആണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിക്കാം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടൊന്ന് വിട്ട ശേഷം കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ഏലക്ക ഒന്ന് പൊളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായാൽ മാത്രം മതി. ഒരു നൂൽപ്പരുവം വരെ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം ഇത് അങ്ങോട്ട് മാറ്റിയേക്കാം. ഇപ്പോൾ നമ്മുടെ റവ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. പിന്നെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വിള്ളലുകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എണ്ണ ഇതിലേക്ക് ഇടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിങ്ങനെ തിങ്ങി പോകുമ്പം പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ് ചൂടില്ലെങ്കിൽ കുറച്ചൊന്നും അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടതിൽ നിന്ന് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് പെട്ടെന്ന് അതിലേക്ക് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 1-2 മണിക്കൂർ അതിൽ തന്നെ മുക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഗുലാബ് ജാമുൻ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.